നമസ്കാരം. ലോകം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില നേതാക്കൾ ഇപ്പോഴും യുദ്ധത്തെ മാത്രം കാണുകയാണ്. ആ യുദ്ധത്തിന്റെ ചൂടിൽ മനുഷ്യരുടെ ജീവനും സത്യവും ഒക്കെ തകർന്നടിഞ്ഞു പോകുമ്പോൾ ഒരേ ചോദ്യം വീണ്ടും ഉയരുന്നു: ഈ യുദ്ധം ആരാണ് നിർത്തേണ്ടത്? അതിന്റെ മറുപടി പലർക്കും വ്യക്തമാണ്, പക്ഷേ പറയാൻ ലോകം മടിക്കുന്നു. കാരണം ഈ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു. ലെബനനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം ലോകത്തേക്ക് പറയാൻ പോയ ഒരു പത്രപ്രവർത്തക അമൽ ഖലീൽ. അവൾ യുദ്ധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ഒടുവിൽ യുദ്ധം തന്നെയാണ് അവളെ വിഴുങ്ങിയത്. ഒരു വാഹനത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന് പിന്നാലെ അവൾ അഭയം തേടിയ വീട്ടിൽ വീണ്ടും ആക്രമണം നടന്നുവെന്നും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവളുടെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തക കൊല്ലപ്പെട്ടു. അൽതൈരി പട്ടണത്തിനടുത്തുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തക അമാൽ ഖലീലും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ സീനഫ് ഫരാജും സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടത്. സമീപത്തെ വീട്ടിലേക്ക് രക്ഷപ്പെട്ടോടിയെങ്കിലും ആ വീടിനെയും ഇസ്രയേൽ ലക്ഷ്യമിടുകയായിരുന്നു. അമാൽ ഖലീൽ കൊല്ലപ്പെടുകയും ഫോട്ടോഗ്രാഫർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൽ അഖ്ബാർ പത്രത്തിലെ മാധ്യമ പ്രവർത്തകയാണ് അമാൽ ഖലീൽ. ഖലീലിന്റെ മരണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങളിൽ 2 മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ലഭിച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. 43 വയസ്സുകാരിയായ ഖലീലിന്റെ മരണത്തോടെ ലെബനനിൽ ബുധനാഴ്ചയുണ്ടായ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 5 ആയി. ഏപ്രിൽ 16 ഇസ്രയേലും ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിൽ നടന്നു വന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസമായിരുന്നു കഴിഞ്ഞുപോയത്. ഇതൊരു സാധാരണ യുദ്ധ ദുരന്തമല്ല. ഇത് യുദ്ധം എത്രത്തോളം നിയന്ത്രണം വിട്ടിരിക്കുകയാണ് എന്നതിന്റെ ഭീകരമായ തെളിവാണ്. ഈ യുദ്ധം ആരെ രക്ഷിക്കാനാണ് നടക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ലെബനൻ സർക്കാർ പോലും ഇത് യുദ്ധക്കുറ്റമാണെന്ന് ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ഒരു സ്ഥിരമായ പ്രവണതയാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ഭീകരമായത് എന്താണെന്നാൽ ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് തുടരാൻ അനുവദിക്കുന്ന രാഷ്ട്രീയ മനോഭാവമാണ് ഇതിന് പിന്നിൽ. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സീസ് ഫയർ പോലും നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അതിന് പിന്നാലെ തന്നെ ആക്രമണങ്ങൾ തുടരുന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇവിടെ ചോദ്യം ഒന്നാണ്: ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആരാണ് തയ്യാറാകാത്തത്? നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: സമാധാനം ഒരു ലക്ഷ്യമല്ല, മറിച്ചൊരു തന്ത്രം മാത്രമാണ്. യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, സമ്മർദ്ദം ഉയർത്തുക, അതിലൂടെ രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ സമീപനം. അതുകൊണ്ട് തന്നെ സീസ് ഫയർ എന്നത് പോലും ഇവിടെ ഒരു ഇടവേളയായി മാത്രം മാറുകയാണ്, ഒരു പരിഹാരമല്ല. ഇതിനൊപ്പം തന്നെ മറ്റൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം: ഈ യുദ്ധം ഇനി ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ, ലെബനൻ ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു വലിയ സംഘർഷമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്രമണവും പുതിയ പ്രതികാരങ്ങൾക്ക് വഴിവെക്കുന്നു. ഓരോ മരണവും പുതിയ യുദ്ധങ്ങൾക്ക് വിത്താകുന്നു. ഇതെല്ലാം കണ്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാണോ? ലോകം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്: യുദ്ധങ്ങൾ സ്വയം അവസാനിക്കാറില്ല. അത് അവസാനിപ്പിക്കേണ്ടത് നേതാക്കളാണ്. പക്ഷെ ആ നേതാക്കളിൽ ഒരാൾക്ക് പോലും യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എങ്കിൽ സമാധാനം ഒരു സ്വപ്നമായി മാത്രം തുടരും.